നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ജില്ലയുടെ അതിർത്തി മേഖലകളിൽ ഇരട്ട വോട്ട് തടയാൻ നടപടിയുമായി ജില്ലാ ഭരണകൂടം. ഇരട്ട വോട്ടുകൾ ഉള്ളവരുടെ പേരുകൾ കണ്ടെത്തി തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ. ഇരട്ട വോട്ടുകൾ എന്ന് വ്യാപകമായി പറയപ്പെടുന്ന അല്ലാതെ തെളിയിക്കപ്പെടുന്ന രേഖകൾ ഒന്നും തന്നെ ഇല്ല എന്നും കളക്ടർ. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ഇടതുമുന്നണിയിൽ സീറ്റ് വിഭജനം പൂർണ്ണം. പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി LDF ജില്ലാ കൺവീനർ കെ ശിവരാമൻ. CPM 7 CPI 5 കേരള കോൺഗ്രസും ജോസ് വിഭാഗം 4 മത്സരിക്കും. LDF സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും വികസന നേട്ടങ്ങളും മുന്നണിക്ക് മികച്ച വിജയം സമ്മാനിക്കുമെന്ന് ഇടത് നേതാക്കൾ. ജില്ലയിൽ ഇന്നലെ 116 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 86 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 27 പേരുടെ ഉറവിടം വ്യക്തമല്ല. 54 പേർക്ക് രോഗവിമുക്തി. നിലവിൽ ചികിത്സയിലുള്ളവർ 1758 പേർ. രോഗവ്യാപനം വർദ്ധിച്ചതോടെ ഇരട്ടയാർ ടൗൺ പൂർണ്ണമായും അടച്ചു. ഇടുക്കി വിരുദ്ധരുടെ ഒത്തുചേരലും ആഘോഷവുമാണ് പട്ടയ വിതരണത്തിനെതിരെയുള്ള വക്കീൽ നോട്ടീസ് എന്ന് മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. കോൺഗ്രസ് നേതാക്കളും പരിസ്ഥിതിവാദികളും നാളുകളായി ഇടുക്കിയിലെ കർഷകർക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിയമ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് പുതിയ നോട്ടീസ്. 1964 ചട്ടപ്രകാരം നൽകിയ പട്ടയത്തെ തടസ്സപ്പെടുത്താനാണ് ഇടുക്കി വിരുദ്ധ മാഫിയ സംഘം ശ്രമിക്കുന്നതെന്നും ജോയ്സ് ജോർജ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിലേക്ക് വ്യാജമദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ എത്തുന്നത് തടയുന്നതിനായി കേരള തമിഴ്നാട് അതിർത്തികളിൽ പരിശോധന കർശനം. ചരക്ക് ഗതാഗതം നടത്തുന്ന കമ്പംമെട്ടിൽ പോലീസ്, എക്സൈസ്, വനംവകുപ്പ് വിഭാഗങ്ങളുടെ സംയുക്ത പരിശോധന. ചരക്ക് വാഹനങ്ങൾ വഴി ലഹരി വസ്തുക്കൾ കടത്താനുള്ള സാധ്യത പരിഗണിച്ചാണ് പരിശോധന കർശനമാക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ജില്ല. ഇരട്ട വോട്ടുകൾ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. അതിർത്തി ഗ്രാമങ്ങളിലുള്ള തൊഴിലാളികൾക്കാണ് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുകൾ ഉള്ളത്. ഇരു സംസ്ഥാനത്തും വോട്ടുകൾ ഉള്ളവരുടെ പേരുകൾ കണ്ടെത്തി അവരെ തമിഴ്നാട് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ അറിയിച്ചു. തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന തമിഴ് വംശജരുമായ ആളുകൾക്കുമാണ് ഇരട്ട വോട്ടുകൾ ഉള്ളതായി പറയപ്പെടുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇരട്ട വോട്ട് വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇരട്ട വോട്ടുകൾ തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം തേനി കളക്ടറുമായി ബന്ധപ്പെടുകയും തമിഴ്നാട്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ച് 70ഓളം ആളുകളുടെ ഇരട്ട വോട്ട് റദ്ദാക്കുകയും ചെയ്തു. ഇലക്ഷന് നമ്മൾ നോക്കിയതാണ്. തേനി കളക്ടറുമായിട്ട് അവിടെ പോയി ഡിസ്കഷൻ നടത്തിയതാണ്. ഒരു 10-70 വോട്ട് അന്ന് അവർ 70 വോട്ടാണ് അന്ന് ഡബിൾ വോട്ട് എന്നുള്ള വിധത്തിൽ അവർ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് അവർ ക്യാൻസൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ വ്യാപകമായി പറയുന്നതല്ലാണ്ട് നമുക്ക് തെളിയിക്കപ്പെടുന്ന ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഡബിൾ വോട്ടാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രൂപത്തിൽ ഒന്നുമില്ല നമ്മുടെ അടുത്ത്. ഇരട്ട വോട്ടുകൾ എന്ന് വ്യാപകമായി പറയപ്പെടുന്നതല്ലാതെ തെളിയിക്കപ്പെടുന്ന രേഖകൾ ഒന്നും തന്നെ ഇല്ല എന്നും കളക്ടർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ LDFൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ജില്ലാ കൺവീനർ കെ ശിവരാമൻ, CPM ജില്ലാ സെക്രട്ടറി കെ ജയേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPM 7 CPI 5 കേരള കോൺഗ്രസ് ജോസ് വിഭാഗം 4 മത്സരിക്കും. LDF സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും വികസന നേട്ടങ്ങളും മുന്നണിക്ക് ജില്ലയിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം സമ്മാനിക്കുമെന്ന് ഇടത് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ യോജിച്ച പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലയിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ശ്രീ ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായപ്പോൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഇടുക്കി ജില്ലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അത് UDFൻ്റെ ശൈഥല്യത്തെയും അനൈക്യത്തെയും കൂടി കാണിക്കുന്നതാണ്. ഒരു ഘടകകക്ഷി അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കടന്നിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥിമാർ 16 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണ്, അല്ലെങ്കിൽ നിയോജക മണ്ഡലങ്ങളാണ് നമ്മുടെ ജില്ലയിലുള്ളത്.
അതിൽ 7ഇടത്ത് CPI-എമ്മും 5ഇടത്ത് CPI-യും 4ഇടത്ത് കേരള കോൺഗ്രസും മത്സരിക്കും. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് LDF-ഉം റെക്കോർഡ് വിജയം സ്വന്തമാക്കുവാൻ UDF-ഉം ചരിത്ര വിജയം ലക്ഷ്യം വെച്ച് BJP-യും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിപ്പിച്ച് ശക്തമായ പ്രചാരണം കാഴ്ചവെക്കുകയാണ് മൂന്ന് മുന്നണികളും. ഇത്തവണ ഭരണം തിരിച്ചുപിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇടതുപക്ഷം. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ സീറ്റ് ധാരണ പൂർത്തിയായി. ഇത്തവണ കേരള കോൺഗ്രസും 4 സീറ്റിലും CPI 4 സീറ്റിലും CPM 8 സീറ്റിലും മത്സരിക്കും. ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥിയായ തങ്കമണി സുരേന്ദ്രനാണ് ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇന്നും നാളെയുമായി മുഴുവൻ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം LDF-നുണ്ടാകുമെന്ന് നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPI CPM 2 രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് മത്സരിച്ചത്. ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിപുലപ്പെടുത്തിയതിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് ജോസ് പക്ഷം കൂടി ചേർന്നപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 2015-ൽ ഞങ്ങൾക്ക് 12 സീറ്റാണ് ലഭ്യമായത് എങ്കിൽ ജോസ് പക്ഷം കൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കടന്നു വന്നതിന്റെ ഭാഗമായി 16 സീറ്റിലും വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം UDF സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ കൊണ്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് UDF. ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം നടത്തി തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് UDF. കഴിഞ്ഞ 5 വർഷമായി LDF-ന്റെ ദുർഭരണത്തിൽ മനം മടുത്ത് നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ജനങ്ങളുടെ ഇന്നത്തെ അഭിപ്രായം അനുസരിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയെ സ്ഥാനാർത്ഥികളെ മുഴുവൻ ആളുകളെയും വിജയിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് കാഞ്ചിയാർ പഞ്ചായത്തിലെ സമസ്ത ജനങ്ങളുമെന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതേസമയം ആകെയുള്ള 16 വാർഡിലും മത്സരിച്ച് ചരിത്ര വിജയം സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് BJP. മുഴുവൻ വാർഡുകളിലെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞു. പഞ്ചായത്തിലെ 6ഓളം വാർഡുകളിൽ ഉറച്ച വിജയപ്രതീക്ഷയും ഒപ്പം ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള ഒരുക്കത്തിലുമാണ് BJP. കാഞ്ചിയാറിനെ സംബന്ധിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ലേബലിലാണ് ഇത്തവണ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. 6ഓളം വാർഡുകളിൽ ഉറച്ച വിജയപ്രതീക്ഷയും ബാക്കി വാർഡുകളിൽ അതിശക്തമായ മത്സരവും നടത്താൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഘടകകക്ഷികളുമെല്ലാം വളരെ ശക്തമായി തന്നെ കാഞ്ചിയാറ്റിൽ വളരെ സജീവമായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ട്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ ശക്തമായ തെരഞ്ഞെടുപ്പ് മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണ് പഞ്ചായത്തിൽ 3 മുന്നണികളും നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ചിയാർ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥിക്ക് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുന്നതിനുള്ള തുക നൽകി KSKTU ഇരട്ടയാർ വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി റിൻസ് ചാക്കോ തുക PB ഷാജിക്ക് കൈമാറി. ചടങ്ങിൽ EG ബിജു, ലിജു വർഗീസ്, KV സതീശൻ, ശ്രീജിത്ത് രാജേന്ദ്രൻ, രാജൻ മങ്കുടയിൽ എന്നിവർ പങ്കെടുത്തു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന റെജി ഇലിപ്പുലക്കാട്ടിന് യാത്രയയപ്പ് നൽകി. 4-ാം വാർഡിൽ അംഗൻവാടിയിൽ അധ്യാപകർ, യൂത്ത് കോൺഗ്രസ് ഇരട്ടയാർ നോർത്ത് വാർഡ് കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. യാത്രയയപ്പ് യോഗത്തിൽ വാർഡ് പ്രസിഡന്റ് ജിബിൻ ചുളയിലപ്ലാക്കൽ, മനു പറമ്പന്നൂർ, ബിനോയ് മണ്ണഞ്ചേരിൽ, സുരേഷ് അരിപ്പാറയ്ക്കൽ എന്നിവർ സംസാരിച്ചു. ജില്ലയിൽ ഇന്നലെ 116 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 86 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് പോസിറ്റീവായത്. 3 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരാണ്. 27 പേരുടെ ഉറവിടം വ്യക്തമല്ല. ചികിത്സയിലായിരുന്ന 54 പേർ ഇന്നലെ കോവിഡ് മുക്തി നേടി. 1758 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി മുരിക്കാശ്ശേരിയിൽ നിന്നും സൽജി ഈട്ടിത്തോപ്പ് ചേരുന്നു. സൽജി, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ജില്ലയിൽ 116 പേർക്ക് കൂടി കോവിഡ്-19 പോസിറ്റീവായി. 86 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. 27 പേരുടെ രോഗ ഉറവിടവും വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ചവരിൽ 3 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഒരാളുടെ മരണം കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ കോവിഡ് ബാധിച്ച് ജില്ലയിൽ മരിച്ചവരുടെ എണ്ണം 12ആയി ഉയർന്നു. 54 പേർക്ക് ആണ് ഇന്നലെ രോഗം ഭേദമായത്. ഇതോടെ ജില്ലയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം
9392 ഉയർന്നു. 7622 പേർക്കാണ് ഇതുവരെ രോഗം ഭേദമായിട്ടുള്ളത്. 1758 പേരാണ് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നതോടെ ഇരട്ടയാർ ടൗൺ പൂർണ്ണമായും അടച്ചു. ടൗണിലെ വ്യാപാര സ്ഥാപന ഉടമയ്ക്കും കുടുംബത്തിനും കോവിഡ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഇവരുടെ സമ്പർക്ക പട്ടികയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടതിനെ തുടർന്നുമാണ് ഇരട്ടയാർ ടൗൺ കണ്ടെയ്ൻമെന്റ് സോണായി ഉത്തരവ് ജില്ലാ ഭരണകൂടം ഇറക്കിയത്. അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഒഴിച്ച് ബാക്കി എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഇരട്ടയാർ ടൗണിൽ അടച്ചു. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 11 മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രമേ തുറക്കൂ. ഇത് രണ്ടാം തവണയാണ് ഇരട്ടയാർ ടൗൺ കണ്ടെയ്ൻമെന്റ് സോണാകുന്നത്. ഇരട്ടയാർ ടൗണിലെ വ്യാപാരിക്കും കുടുംബത്തിനും കോവിഡ് പോസിറ്റീവ് ആയതോടെയും ഇവരുടെ സമ്പർക്ക പട്ടികയിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടതോടെയുമാണ് ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഇരട്ടയാർ ടൗണിനെ കണ്ടെയ്ൻമെന്റ് സോണാക്കി ഉത്തരവിറക്കിയത്. വരും ദിവസങ്ങളിൽ ചെമ്പകപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ശക്തമാക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ഇരട്ടയാർ ടൗണിലെ മുഴുവൻ വ്യാപാരികളെ ഉൾക്കൊള്ളിച്ച് കോവിഡ് ടെസ്റ്റ് നടത്തും. കൂടാതെ കോവിഡ് പോസിറ്റീവായ വ്യാപാരിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെയും ടെസ്റ്റിന് വിധേയമാക്കും. ന്യൂസ് ബ്യൂറോ, ഇരട്ടയാർ. മറ്റു വാർത്തകളിലേക്ക്. ഇടുക്കി വിരുദ്ധരുടെ ഒത്തുചേരലും ആഘോഷവുമാണ് പട്ടയ വിതരണത്തിനെതിരെയുള്ള വക്കീൽ നോട്ടീസെന്ന് മുൻ എം പി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളും പരിസ്ഥിതിവാദികളും നാളുകളായി ഇടുക്കിയിലെ കർഷകർക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിയമ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് പുതിയ നോട്ടീസ്. 1964 ചട്ടപ്രകാരം നൽകിയ പട്ടയത്തെ തടസ്സപ്പെടുത്തുവാനാണ് ഇടുക്കി വിരുദ്ധ മാഫിയ സംഘം ശ്രമിക്കുന്നതെന്നും ജോയ്സ് ജോർജ് കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇടുക്കി വിരുദ്ധരുടെ ഒത്തുചേരലും ആഘോഷവുമാണ് പട്ടയ വിതരണത്തിനെതിരെയുള്ള വക്കീൽ നോട്ടീസെന്ന് മുൻ എം പി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളും പരിസ്ഥിതിവാദികളും നാളുകളായി ഇടുക്കിയിലെ കർഷകർക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിയമ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് പുതിയ നോട്ടീസ്. 2007 മുതൽ ഇടുക്കിയിൽ ഉയർന്നുവന്ന കർഷക പോരാട്ടങ്ങളെ പിന്നിൽ നിന്ന് കുത്താൻ ഒപ്പം ചേർന്നവർ ഇപ്പോഴും എറണാകുളത്ത് തമ്പടിച്ചു കിടക്കുകയാണ്. ആത്മീയ നേതാക്കളെ അധിക്ഷേപിച്ചും പുലഭ്യം പറഞ്ഞും എം എം മണിയെയും LDF നേതാക്കളെയും കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നവരെന്ന് മുദ്രകുത്തിയും കർഷക ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് മുഖ്യ ഗുണഭോക്താവായി മാറിയ പാർലമെന്റ് അംഗത്തിന്റെ ഒത്താശയോടെയാണ് പട്ടയ വിതരണത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കാൻ പരിസ്ഥിതി സംഘടനകൾക്ക് ഊർജ്ജം ലഭിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കപട പരിസ്ഥിതി സംഘടനകൾ ആഗ്രഹിച്ച ജനപ്രതിനിധിയെ ഇടുക്കിയിൽ നിന്ന് ലഭിച്ചതോടെ ജില്ലയ്ക്കെതിരായ നീക്കങ്ങൾക്ക് ശക്തി കൂടി. ഇടുക്കിയിലെ ഭൂപ്രശ്നം കോടതി വ്യവഹാരങ്ങളിൽ തളച്ചിട്ട് സങ്കീർണമാക്കാൻ ശ്രമിക്കുന്നവരെല്ലാമാണ് പുതിയ നീക്കത്തിന് പിന്നിലെന്നും ജോയ്സ് ജോർജ് കുറ്റപ്പെടുത്തി. കാരണം ഇതിന്റെ മുഴുവൻ ഈ വ്യക്തിഹത്യ നടത്തുകയും ഇവിടുത്തെ ഈ ഭൂമി പ്രശ്നങ്ങൾ അവിടുത്തെ സമുദായ നേതാക്കന്മാർ, രാഷ്ട്രീയ എം എം മണിയും ജോയ്സ് ജോർജ് ഉൾപ്പെടെയുള്ള സമുദായ നേതാക്കന്മാർ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവരെ മുഴുവൻ ഇതിന്റെ പേരിൽ താറടിക്കുകയും വ്യക്തിഹത്യ നടത്തുകയും ഇല്ലാതാക്കുകയും ചെയ്തതിന്റെ മുഴുവൻ ഗുണഭോക്താവായി നിന്നിട്ടുള്ള ആളുകളുണ്ട്, ഗുണഭോക്താക്കളുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, നേതാക്കന്മാരുണ്ട്. അവരും ഇവരും തമ്മിൽ. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, മൂന്നാറിലെ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ 3 ജില്ലയിലെ പട്ടയപ്രശ്നം ഇനിയും പരിഹരിക്കാനുണ്ട്. നിരാകാരം കിടക്കാൻ ആരും വന്നില്ല. ഇവിടെ ഏലം എന്നെഴുതിയെടുത്ത് പട്ടയം കിട്ടാൻ ഇനിയും വലിയ പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ വീണ്ടും കയറി ഇറങ്ങി നടക്കുകയാണ്. അവർക്ക് കൊടുക്കുന്നതിന് അത് 64 റൂൾസ് അനുസരിച്ച് കൊടുക്കാമെന്ന് ഏറ്റവും അവസാനം ഒരു ഫയൽ തയ്യാറായിട്ടുണ്ട്. അതും തടയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഇവിടെ ഇനി എത്രയോ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. അപ്പോൾ പ്രമാണിമാരുടെ റിസോർട്ടുകളുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു നിരാഹാര സമരം, ആ നിരാഹാര സമരം കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇടുക്കിയിൽ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് വല്ലാത്ത വാണിജ്യ നിർമ്മാണങ്ങൾ നടക്കുന്നു പൊതുസമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുകയും ആ മെസ്സേജിൻ്റെ മറുവശത്ത് നിന്നുകൊണ്ട് ഈ സൈസ് പണിയും കൂടെ കൂടി കാണിച്ചുകൊണ്ട് അവസാനത്തെ ആണി അടിക്കാനുള്ള ഒന്നാന്തരം ട്രാപ്പാണിത്. കട്ടപ്പനയിലെ കാപട്യ നിരാഹാരം പൊളിഞ്ഞതിന്റെ പക തീർക്കാനാണ് പിൻവാതിലിലൂടെ സർക്കാരിന്റെ പട്ടയ വിതരണത്തെ തടസ്സപ്പെടുത്താൻ ചിലർ ഹരീഷ് വാസുദേവനെ ഉപയോഗപ്പെടുത്തുന്നത്. ഹരീഷ് വാസുദേവൻ ചില കോൺഗ്രസ് നേതാക്കളുടെ കോടാലിക്കൈ മാത്രമാണെന്നും ജോയ്സ് ജോർജ് പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സർക്കാരിനും LDFനും നേട്ടമുണ്ടാകാതിരിക്കാൻ പട്ടയ നടപടികളെ അട്ടിമറിക്കാൻ നിക്ഷിപ്ത താൽപര്യക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢനീക്കങ്ങളെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിലേക്ക് വ്യാജമദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ എത്തുന്നത് തടയുന്നതിനായി കേരള തമിഴ്നാട് അതിർത്തികളിൽ പരിശോധന കർശനമാക്കി. ചരക്ക് ഗതാഗതം നടക്കുന്ന കമ്പംമെട്ടിൽ പോലീസ്, എക്സൈസ്, വനംവകുപ്പ് വിഭാഗങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിശോധന നടക്കുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്നും ലഹരി വസ്തുക്കൾ വ്യാപകമായി ജില്ലയിലേക്ക് എത്തുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിർത്തി മേഖലകളിൽ വാഹന പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നിലനിൽക്കെയാണ് പരിശോധനകൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ലോക്ക്ഡൗൺ പ്രമാണിച്ച് ചരക്ക് വാഹനങ്ങൾ മാത്രമേ കടത്തിവിടൂ.
പിന്നെ പാസഞ്ചേഴ്സ് കുമളി വഴിക്കാണ് മറ്റേ പോകുന്നത്. ഇവിടെ ചരക്ക് വാഹനങ്ങൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അത് ചില ഇല്ലീഗൽ വരാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടുള്ള എക്സൈസ്, ഫോറസ്റ്റ്, പോലീസിൻ്റെ എല്ലാം ശക്തമായ ഒരു കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലൂടെ നിലവിൽ ചരക്ക് വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. യാത്രാ വാഹനങ്ങൾക്ക് നിയന്ത്രണം നിലനിൽക്കുകയാണ്. ചരക്ക് വാഹനങ്ങൾ വഴി ലഹരി വസ്തുക്കൾ കടത്തുവാനുള്ള സാധ്യത പരിഗണിച്ചാണ് പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാഴക്കുല ലോഡുമായി എത്തിയ വാഹനത്തിൽ നിന്നും കഞ്ചാവ് പിടികൂടിയിരുന്നു. ഇതേ തുടർന്നാണ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടുക്കി ഉൾപ്പെടെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 2 ദിവസത്തിൽ കേരള തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ കാറ്റ് വീശാനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നവംബർ 19ഓടുകൂടി തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുവാൻ സാധ്യതയുണ്ടെന്നും ശേഷമുള്ള 48 മണിക്കൂറിൽ അത് ശക്തിപ്പെട്ട് തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കുമെന്നാണ് മുന്നറിയിപ്പ്. നവംബർ 18, 19 തീയതികളിൽ കേരള തീരം, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ്, മാലിദ്വീപ്, മധ്യകിഴക്കൻ അറബിക്കടൽ എന്നീ സമുദ്ര മേഖലകളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിലും വീശിയടിക്കുന്ന ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ ശക്തമായതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് നീരൊഴുക്ക് ശക്തമായി. അണക്കെട്ടിൽ നിലവിൽ 123.10 അടി ജലമാണുള്ളത്. അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ 2985 ഘനയടി ജലമാണ് ഇപ്പോൾ ഒഴുകിയെത്തുന്നത്. അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് സെക്കൻഡിൽ 1167 ഘന അടി ജലം തുറന്നു വിട്ടിട്ടുണ്ട്. ഇടുക്കി അണക്കെട്ടിൽ 2393.18 അടിയാണ് ജലനിരപ്പ്. ന്യൂസ് ഡെസ്ക് മീഡിയ നെറ്റ്. കഷ്ടപ്പാടുകൾക്കിടയിലും അക്ഷരങ്ങളെ നെഞ്ചോട് ചേർത്ത് ഒരു കവയത്രി. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ മങ്കുവ ചിന്നാർ സ്വദേശിയായ ലിസി ചിന്നാറാണ് തൻ്റെ ദുരിതങ്ങൾക്കിടയിലും കവിതകൾ എഴുതുന്നത്. സ്വന്തമായി വീടില്ലാത്ത ലിസിയുടെ ഏക വരുമാന മാർഗം ചെറിയ പെട്ടിക്കടയാണ്. അയ്യോ ഞാനീ കാണുന്നതെന്താണിതയ്യോ, അയ്യോ ഞാനീ കാണുന്നതെന്താണിതയ്യോ, ഞാൻ നട്ടുമെതിച്ചൊരു പാടം പാഴായിപ്പോയേ, പാടത്തും പറമ്പത്തുമെല്ലാം മാളിക വന്നേ. കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കുമിടയിൽ തന്റെ കടമുറിയിലിരുന്ന ലിസി ചിന്നാർ കവിതകളും നാടൻ പാട്ടുകളും എഴുതുകയാണ്. പ്രത്യേകിച്ച് ആരും പ്രോത്സാഹിപ്പിക്കുവാനോ അവസരങ്ങൾ നൽകുവാനോ ഇല്ലെങ്കിലും തന്റെ കവിതകൾ ഒരിക്കൽ ലോകം ചർച്ച ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് ലിസി. കേവലം 3 സെന്റ് മാത്രം സ്ഥലമുള്ള ലിസിക്ക് സ്വന്തമായി വീടില്ല. ചിന്നാറിലെ ഒരു മുറുക്കാൻ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് ഈ വീട്ടമ്മ കുടുംബം പുലർത്തുന്നത്. എങ്കിലും കവിതകൾ കൊണ്ട് താൻ സമ്പന്നയാണെന്ന് അവർ പറയുന്നു. ചെറുപ്പം മുതലേ കലയോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. എന്ത് കഥാപ്രസംഗം ആയാലും മോണാക്ട് അങ്ങനെയൊക്കെ സ്കൂൾ കാലത്തൊക്കെ അതൊക്കെ ചെയ്യാറുണ്ട്. കഥാപ്രസംഗവും മോണാക്റ്റും ഒക്കെ ചെറുതായിട്ട്. അത് കഴിഞ്ഞ് കല എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് അന്നത്തെ കാലത്ത് പാട്ട് പഠിക്കാൻ പോകാനൊന്നും മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഒന്നും പോയില്ല. പക്ഷേ എങ്കിലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു കലാവാസനയുണ്ട്. പിന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള കവിതകൾ, ഇതൊക്കെ നാടൻ പാട്ടാണെങ്കിലും കവിതയാണെങ്കിലും ഇങ്ങനെയൊക്കെ എഴുതാൻ തുടങ്ങിയത് ഭൂമി പ്രശ്നമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മുടെ കണ്ണിന് കാണുന്നത്. ലിസിയുടെ കവിതകൾ ദളിത് വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ കവിതയിലെ രാഷ്ട്രീയം സാധാരണക്കാരോടും അടിച്ചമർത്തപ്പെട്ടവരോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഈ ചെറിയ കാലത്തിനിടയിൽ നിരവധി കവിതകളാണ് ലിസി എഴുതിയിട്ടുള്ളത്. കേവലം 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള ലിസിക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഒരു പുസ്തകം പുറത്തിറക്കുക എന്നാണെന്ന് ലിസി പറയുന്നു. ലിസിയുടെ ചിന്നാറിന്റെ തീരങ്ങൾ എന്ന കവിതാ സമാഹാരം പുറത്തിറങ്ങുവാൻ ഒരുങ്ങുകയാണ്. ഇന്നിപ്പോ പൂത്തുലയുന്നത് കോരപ്പുല്ലാണേ, അയ്യോ ഞാനീ കാണുന്നതെന്താണിതയ്യോ, അയ്യോ ഞാനീ കാണുന്നതെന്താണിതയ്യോ.
വാഴവര മയിലാടുംപാറ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായതോടുകൂടി പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി. കട്ടപ്പന നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ നിന്നും തുക വകയിരുത്തിയാണ് പ്രദേശത്ത് കുടിവെള്ളം എത്തിച്ചത്. വർഷങ്ങളായി കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമായിരുന്നു വാഴവര മയിലാടുംപാറ. കുടിവെള്ളം തലച്ചുമടായി വീട്ടിലെത്തിക്കേണ്ട അവസ്ഥയിലായിരുന്നു മുൻപ് ഇവിടുത്തെ പ്രദേശവാസികൾ. ഇവരുടെ ദുരിതത്തിന് പരിഹാരം കാണുവാനാണ് കട്ടപ്പന നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ നിന്നും 1.5 ലക്ഷം രൂപ വകയിരുത്തി കുടിവെള്ള വിതരണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. കുഴൽക്കിണർ നിർമ്മിച്ച് ടാങ്കും സ്ഥാപിച്ചു. ഇതോടെ പ്രദേശത്തെ 12ഓളം കുടുംബങ്ങളുടെ ദീർഘനാളത്തെ ദുരിതത്തിനാണ് പരിഹാരമായത്. വെള്ളമില്ലാതിരുന്നവർക്ക് കുടിവെള്ളത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം ടാങ്ക് പൈപ്പും മറ്റു കാര്യങ്ങളെല്ലാമായി ആ പദ്ധതി കൊല്ലത്തിൽ ആവുകയും ചെയ്തിട്ടുണ്ട്. അത് അവരെ സംബന്ധിച്ച് ആ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയോജനകരമാണ്. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ജില്ലയുടെ അതിർത്തി മേഖലകളിൽ ഇരട്ട വോട്ട് തടയാൻ നടപടിയുമായി ജില്ലാ ഭരണകൂടം. ഇരട്ട വോട്ടുകൾ ഉള്ളവരുടെ പേരുകൾ കണ്ടെത്തി തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ. ഇരട്ട വോട്ടുകൾ എന്ന് വ്യാപകമായി പറയപ്പെടുന്ന അല്ലാതെ തെളിയിക്കപ്പെടുന്ന രേഖകൾ ഒന്നും തന്നെ ഇല്ല എന്നും കളക്ടർ. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ഇടതുമുന്നണിയിൽ സീറ്റ് വിഭജനം പൂർണ്ണം. പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി LDF ജില്ലാ കൺവീനർ കെ ശിവരാമൻ. CPM 7 CPI 5 കേരള കോൺഗ്രസും ജോസ് വിഭാഗം 4 മത്സരിക്കും. LDF സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും വികസന നേട്ടങ്ങളും മുന്നണിക്ക് മികച്ച വിജയം സമ്മാനിക്കുമെന്ന് ഇടത് നേതാക്കൾ. ജില്ലയിൽ ഇന്നലെ 116 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 86 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 27 പേരുടെ ഉറവിടം വ്യക്തമല്ല. 54 പേർക്ക് രോഗവിമുക്തി. നിലവിൽ ചികിത്സയിലുള്ളവർ 1758 പേർ. രോഗവ്യാപനം വർദ്ധിച്ചതോടെ ഇരട്ടയാർ ടൗൺ പൂർണ്ണമായും അടച്ചു. ഇടുക്കി വിരുദ്ധരുടെ ഒത്തുചേരലും ആഘോഷവുമാണ് പട്ടയ വിതരണത്തിനെതിരെയുള്ള വക്കീൽ നോട്ടീസ് എന്ന് മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. കോൺഗ്രസ് നേതാക്കളും പരിസ്ഥിതിവാദികളും നാളുകളായി ഇടുക്കിയിലെ കർഷകർക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിയമ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് പുതിയ നോട്ടീസ്. 1964 ചട്ടപ്രകാരം നൽകിയ പട്ടയത്തെ തടസ്സപ്പെടുത്താനാണ് ഇടുക്കി വിരുദ്ധ മാഫിയ സംഘം ശ്രമിക്കുന്നതെന്നും ജോയ്സ് ജോർജ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിലേക്ക് വ്യാജമദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ എത്തുന്നത് തടയുന്നതിനായി കേരള തമിഴ്നാട് അതിർത്തികളിൽ പരിശോധന കർശനം. ചരക്ക് ഗതാഗതം നടത്തുന്ന കമ്പംമെട്ടിൽ പോലീസ്, എക്സൈസ്, വനംവകുപ്പ് വിഭാഗങ്ങളുടെ സംയുക്ത പരിശോധന. ചരക്ക് വാഹനങ്ങൾ വഴി ലഹരി വസ്തുക്കൾ കടത്താനുള്ള സാധ്യത പരിഗണിച്ചാണ് പരിശോധന കർശനമാക്കിയത്. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.